ഒക്ടോബർ 4 ഫ്രാൻസിസിൻ്റെ ഓർമ്മ തിരുനാളാണ്. ജീവിതം കണക്ക് തന്നെ ലാവണ്യമുള്ള മരണവുമായിരുന്നു ഫ്രാൻസിസിൻ്റെത്. മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ നിമിഷാർത്ഥങ്ങൾക്ക് മുമ്പ്, സ്പ്ലിറ്റ് സെക്കൻഡ്സ്, അയാൾ പറഞ്ഞു, എന്നെ നഗ്നനാക്കുക. ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി മടങ്ങിപ്പോകണം. പിന്നെ നിലത്ത് കടത്താൻ ആവശ്യപ്പെട്ടു. മണ്ണിൽ നിന്ന് വന്ന ഒരാൾ മണ്ണിലേക്ക് അങ്ങനെ വിലയം പ്രാപിക്കട്ടെ. ചുറ്റും നിൽക്കുന്നവരോട് നൃത്തം ചവിട്ടാൻ പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. എന്നിട്ട് സഹോദരി മരണത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ, വെൽക്കം സിസ്റ്റർ ഡെത്ത്. അങ്ങനെ കണ്ണുനീരിൻ്റെ നനവുള്ള നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയിൽ ഒരില്ലയുടെ പോലും കനമില്ലാതെ ആ മനുഷ്യൻ കടന്നുപോയി. വല്ലാത്ത പൊള്ളുന്ന മൂർച്ചയുള്ള ഒരു ഓർമ്മയുടെ പേരാണ് ഫ്രാൻസിസ്. ഏത് കാലത്തും അത്തരം ചില ഓർമ്മകൾ സജീവമാക്കുന്നത് നമുക്കും നമ്മുടെ കാലത്തിനുമൊക്കെ കുറെ കൂടി ഭംഗിയുണ്ടാക്കും. പോഴൻ തീരെ ഗുരുത്വമില്ലാത്തൊരു വാക്കാണ്. നമുക്ക് ഒന്നും കാമ്പില്ലാത്ത ഒരാളെ വിളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണല്ലോ പോഴൻ. പക്ഷേ ആ പദത്തിന് എന്ത് മൂർച്ചയുണ്ട്, എന്ത് ഗുരുത്വമുണ്ടെന്ന് അറിയണമെങ്കിൽ ഫ്രാൻസിനെ ധ്യാനിക്കണം. ഒറ്റനോട്ടത്തിൽ വളരെ സരളമായൊരു ജീവിതമായിരുന്നത്. പക്ഷേ എല്ലാ സരളതകൾക്കും വല്ലാത്ത അടിയൊഴുക്കുണ്ട്. വലിയ ആഴങ്ങളിൽ നിന്നാണ് ഈ സരളതകളൊക്കെ രൂപപ്പെടുക. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഒരു പുഞ്ചിരി സരളമായ അനുഭവമാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ പുഞ്ചിരിക്കാൻ പറ്റുമോ? എന്തുമാത്രം കാര്യങ്ങൾ കൂടി, എന്തുമാത്രം കാര്യങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഒരു പുഞ്ചിരി. അതുകൊണ്ട് സരളമെന്ന് കരുതുന്ന കാര്യങ്ങളും അത്ര സരളമൊന്നുമല്ല. ഗാന്ധിയുടെ ഓർമ്മയുണ്ടല്ലോ ഇക്കാലത്തിൽ. ആരോ പറയുന്ന കണക്ക് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വരക്കാവുന്ന ചിത്രം ഗാന്ധിയുടേതാ. ഒരു 2-3 വര കൊണ്ട് ഗാന്ധിയുടെ ചിത്രം വരക്കാം. പക്ഷേ അത്രയും സരളമായിട്ട് അനുഭവപ്പെടുന്ന മനുഷ്യൻ ഒന്ന് അടുത്ത് പഠിച്ചു നോക്കൂ, ഒരു ഗാന്ധിസ്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. അത്ര എളുപ്പമാണോ മനുഷ്യൻ മനസ്സിലാക്കുക? അപ്പോൾ ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായിട്ട് ജീവിച്ച് കടന്നുപോയ പല മനുഷ്യരും ആഴമുള്ള പഠനങ്ങൾ അർഹിക്കുന്നുണ്ട്. ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെ കുറെ കൂടി പഠനവും ധ്യാനവും ഒക്കെ അർഹിക്കുന്നുണ്ട്. ഫ്രാൻസിസ് വരിക, വീണ്ടും വരിക, ഞങ്ങൾ നുണകളെ തിരുത്താനായിട്ട്. നമുക്കറിയാം, നുണകളൊക്കെ പറയുന്നത് സാത്താനാണ്. യേശു നുണകളെക്കുറിച്ച് പറയുന്നത്, യേശു സാത്താനെക്കുറിച്ച് പറയുന്നത് നുണകളുടെ പിതാവെന്ന. എല്ലാ കാലങ്ങളിലും സത്യമെന്ന് തോന്നിച്ച് നുണകൾ നിലനിർത്തുകയാണ് സാത്താൻ്റെ ധർമ്മം. ഏതൊരു നുണയിലേക്കും അയാൾ മടങ്ങി വരേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കാലത്ത് വല്ലാത്ത കെട്ടുകാഴ്ചയിലേക്ക് തിരിഞ്ഞേക്കാവുന്നൊരു മതം, അതിനെ നുണകളെ തിരുത്താനായിട്ട് മനുഷ്യൻ വരേണ്ടതല്ലേ? അല്ലെങ്കിൽ തീരെ കനമില്ലാത്ത ഇങ്ങനെ വല്ലാത്ത കളപ്പുരകളിലും സുരക്ഷിതത്വങ്ങളിലും തങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു വെക്കുന്ന സന്യാസ ജീവിതത്തിന്റെ ഇടനാഴികളിലേക്ക് ആ മനുഷ്യൻ വീണ്ടും വരട്ടെ? വികസനമെന്ന ചെല്ലപ്പേരിട്ട് ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ദുർഘടമാക്കുന്ന, അവർ ജീവിക്കാനുള്ള ഇടങ്ങൾ ചുരുക്കുന്ന അത്തരം ചില സമ്പ്രദായങ്ങളിലേക്ക് അത് നുണയല്ലേ? അവിടേക്ക് ഫ്രാൻസിസ് വരണ്ടേ? സമസ്ത മേഖലകളിലേക്കും ഫ്രാൻസിസ് വരിക എന്നുള്ളതാണ് ഒരുപക്ഷെ നല്ലൊരു സുവിശേഷം ഈ കാലത്തിൽ. അതുകൊണ്ടായിരിക്കണം പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, ഫ്യൂച്ചർ ഓഫ് ദ ചർച്ച് ഈസ് ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ്. മനുഷ്യൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഭാവി ഇത്തരം ചില മനുഷ്യരുടെ ഓർമ്മകൾ സജീവമായിട്ട് നിലനിർത്തുന്നതിലൂടെയാണ് സംഭവിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കണം 13-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും വളരെ സജീവമാണ്. എവിടെയും ആ മനുഷ്യനെ കൃത്യമായിട്ട് ഏതൊക്കെയോ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, UC-യിൽ ഫ്രാൻസിനെ കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ആലുവ UC കോളേജിൽ. ഫ്രാൻസിനെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പിൽ കുറിയൊക്കെ തൊട്ടൊരു പെൺകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. കാപ്പിയുടെ ഇടവേളയിൽ ഞാൻ ചോദിച്ചു, എന്തേ നീ സദാസമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അച്ഛാ, ഫ്രാൻസിസ് എനിക്ക് വളരെ കൺവിൻസിങ്ങാണ്. കാരണം ഞാൻ രമണ മഹർഷിയെ ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം എന്ത് അങ്ങനെ ഒരു പരസ്പരം ഒരു തോന്നൽ, പരസ്പരം ഒന്നാണെന്ന് അല്ലെങ്കിൽ ഒരേപോലെ തോന്നിക്കുന്നതിൻ്റെയൊക്കെ എന്താണ് സൂചന? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ വായിച്ചിട്ടില്ലേ ഇങ്ങനെ അവസാന കാലങ്ങളിൽ ഗുരുജിയുടെ ഇങ്ങനെ വായിക്കാത്ത വ്രണങ്ങളുണ്ട്, ആ വ്രണങ്ങൾക്കകത്ത് പുഴുക്കളുണ്ട്. പലപ്പോഴും ഒരിക്കലാണ് വൈദ്യം വരിക. വൈദ്യം വന്നു കഴിഞ്ഞിട്ട് ഈ പുഴുവിനെടുത്ത് താഴോട്ടിടുമ്പോൾ വൈദ്യൻ പോയ ഉടനെ തന്നെ ഗുരു ഈ പുഴുക്കളെ വീണ്ടും വ്രണങ്ങളിലേക്ക് എടുത്തു വെക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, പുഴുവിൻ്റെ അന്നമാണ് വ്രണങ്ങൾ, നിഷേധിക്കാൻ എനിക്ക് അവകാശമില്ല. കൃത്യമായിട്ട് ഇങ്ങനെ ഫ്രാൻസിലേക്ക് വരുന്ന ഓർമ്മ, അല്ലെങ്കിൽ ഫ്രാൻസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന ഓർമ്മകളാണ്. ഇത്തരം ചില മനുഷ്യർക്ക് ലോകത്തെ എല്ലായിടത്തും ചില പ്രതിധ്വനികളുണ്ട്. ഏതാരിൽ നിന്നുള്ളതല്ല പ്രശ്നം, നമ്മൾ നാട് കടത്തുന്ന ചില പദങ്ങൾ, നമ്മുടെ ധാർഷ്ട്യത്തിലും നമ്മുടെ അഹന്തയിലും നമ്മുടെ മത്സരങ്ങളിലുമൊക്കെ നമ്മൾ നാട് കടത്തുന്ന ചില പദങ്ങൾ, കരുണ, സഹാനുഭൂതി, ഭൂതദയ,
ഇവയൊക്കെ വീണ്ടെടുക്കുന്ന മനുഷ്യർക്ക് എല്ലാ കാലവും പ്രസക്തിയുണ്ട്. ഒരു പരിസ്ഥിതിയുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട സെമിനാറിനകത്ത് ഞാനിങ്ങനെ ഫ്രാൻസിസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വയോധികനായ മനുഷ്യൻ പറഞ്ഞു, സിയാറ്റിലെ മൂപ്പൻ പറഞ്ഞ കാര്യങ്ങൾ കണക്ക് തന്നെ ഫ്രാൻസിസ്. കാര്യം ശരിയാണ്. മണ്ണ് വാങ്ങാൻ പാടില്ല, മണ്ണ് വിൽക്കാൻ പാടില്ല, മണ്ണ് സ്വന്തമാക്കാൻ പാടില്ല എന്നൊക്കെ ഫ്രാൻസിസ് തൻ്റെ നിയമാവലി അനുശാസിക്കുമ്പോൾ അത് മണ്ണ് ആരുടേതാണ്, വിൽക്കാനും വാങ്ങാനും എന്നൊക്കെ പറയുന്ന റെഡ് ഇന്ത്യൻ മൂപ്പൻ്റെ ഓർമ്മ നമ്മൾ ഉണർത്തുന്നില്ലേ? അപ്പോൾ ആരിലൂടെയൊക്കെയോ ഇത്തരം മനുഷ്യർ നിലനിൽക്കുന്നുണ്ട്. അവർ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭൂമിയുടെ ആവശ്യമാണ്. കാരണം കത്തുന്നൊരു ഭൂമിയാണ്. ഭൂമിക്ക് അധികം സാധനങ്ങളൊന്നുമില്ല. കത്തുന്ന ഭൂമി എന്ന് പറയുന്ന പ്രതീകം ആദ്യം ഉപയോഗിക്കുന്നത് ബുദ്ധയാണ്. കത്തുന്ന ഭൂമി എന്ന അർത്ഥത്തിലല്ല. എന്തുകൊണ്ട് കൊട്ടാരം വിട്ടെന്ന് ചോദിക്കുമ്പോൾ ബുദ്ധ പറയുന്നുണ്ട്, ഈ കൊട്ടാരം കത്തുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പലതും, നിങ്ങൾ ഭംഗിയുള്ളതെന്ന് കരുതുന്ന പലതും, നിങ്ങൾ അഭയം തരുന്ന പലതും കത്തിക്കൊണ്ടിരിക്കുക. ആ കത്തുന്ന ഭൂമിയിൽ ഇത്തരം ചില സാന്ത്വനപ്പെടുത്തുന്ന, സൗഖ്യം തരുന്ന ഓർമ്മകൾ ഫലദായകമായിട്ട് നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒരു ചെറിയ കാലഘട്ടത്തിലായിരുന്നു ഈ മനുഷ്യൻ്റെ ഇടപെടൽ. കഷ്ടിച്ച് പറഞ്ഞ് 20 വർഷം. 24-ാം വയസ്സിൽ ഗൗരവമായൊരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു. 44-ാം വയസ്സിൽ ഇങ്ങനെ കടന്നുപോയി ഉൽക്ക കണക്ക് ഇങ്ങനെ യേശുവിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ നിന്ന് ഒരു ദിവസം ഈ മനുഷ്യനെ ആ വലിയ ആകർഷണം പുറത്തേക്ക് എടുത്തത്. ഭ്രമണം ചെയ്യുന്ന പലതിനകത്തുനിന്നും പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾ ഭ്രമണം ചെയ്യുന്നതിനേക്കാൾ ആകർഷണമുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണം. ആ ആകർഷണ വലയത്തിൽപ്പെട്ട് ഈ മനുഷ്യൻ കൃത്യമായിട്ട് പറഞ്ഞ ഉൽക്കയെ കണക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേഗതയിൽ സഞ്ചരിച്ചു. എന്നിട്ടോ നോക്കി നിൽക്കുമ്പോൾ കത്തിപ്പോയി. പക്ഷെ ആ 20 വർഷങ്ങൾ മാനവരാശിയുടെയും സഭയുടെയൊക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സംഭവിച്ച കാര്യം നമുക്കറിയാം. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെള്ളപ്പൊക്കം ഉയരുമ്പോൾ മാർപ്പാപ്പയായിട്ട് അവരോധിക്കപ്പെടേണ്ട വ്യക്തി താൻ സ്വീകരിക്കേണ്ട പേരിനെ കുറിച്ച് ഇപ്പോഴും ധാരണയില്ലാതെ നിൽക്കുകയാണ്. കാരണം അത്തരം ഒരു സ്ഥാനലബ്ധി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഏത് പേരെടുക്കണമെന്നൊക്കെ ഓർത്ത് തെല്ല് കുഴങ്ങി നിൽക്കുമ്പോൾ, തെല്ല് സന്ദേഹിച്ച് നിൽക്കുമ്പോൾ ബ്രസീലിൽ നിന്നുള്ളൊരു കാർഡിനാൾ വന്നിട്ട് ഈ കാർഡിനാളിനെ, ഈ അവരോഹിതനാകുന്ന ഈ മാർപ്പാപ്പയെ ഇങ്ങനെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് കാതിൽ മന്ത്രിച്ചു, പാവങ്ങളെ മറക്കരുത്. പെട്ടെന്ന് ആ പേര് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തി, ഫ്രാൻസിസ്. ഒന്ന് സ്വാഭാവികമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന BBC-യിലൊക്കെ നിങ്ങളത് ആ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഇത് ജസ്യൂട്ട് ആയ പുതിയ മാർപ്പാപ്പ തൻ്റെ സമൂഹത്തിലെ പുണ്യവാനായ ഫ്രാൻസിസ് സേവറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത പേരാണെന്ന്. വൈകാതെ തന്നെ തിരുത്തൽ കണ്ടു, അല്ല ഫ്രാൻസിസ് സേവർ അല്ല, ഫ്രാൻസിസ് അസീസിയ. ആ പേര് ഒരു വയോധികനായ ഒരു മാർപ്പാപ്പയിൽ ഇടയിലുണ്ടാക്കിയ വ്യത്യാസം, അല്ലെങ്കിൽ ആ പേര് നമ്മളുണ്ടാക്കിയ ആൻഡനങ്ങൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പുണ്യാളിൻ്റെ സമൂഹത്തിൽ നിന്ന് തന്നെ മാർപ്പാപ്പമാരുണ്ടായിരുന്നു. എന്നിട്ട് അവർ പോലും ഇങ്ങനെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പേരെടുക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പേര് വലിയൊരു ബാധ്യതയാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ പേരെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ആ പേര് പലതിനോടും ഭൂമിയോട് സംവേദിക്കുന്ന നാമമാണ്. ആ പേരെടുക്കാനായിട്ട് ധൈര്യപ്പെട്ടത് ജസ്യൂട്ടായ ഒരു വൈദികനായിരുന്നു. അത് വല്ലാത്തൊരു ഐറണി കൂടിയാണ്. ഭംഗിയുള്ള ആ ചരിത്രത്തിനകത്ത് എന്തുമാത്രം രസകരമായ കൗതുകമുള്ള വീണ്ടെടുപ്പുകൾ നടക്കുക. ആ ഒരു പേരുണ്ടാക്കുന്ന വ്യത്യാസം ഫ്രാൻസിസ്, അത് മതി. അത് ലോകത്തോട് പലതും പറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ മനുഷ്യൻ ഇങ്ങനെ ചങ്കുറപ്പോട് നിന്നുകൊണ്ട് സഭയെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനുള്ള ആ ബലം കിട്ടുന്നത്. ഇങ്ങനെ ദരിദ്രരുടെ എളിയ സഭ. എത്ര കാലമായി അത്തരം ചില ശബ്ദങ്ങളും അത്തരം ചില സൂചനകളും ഒക്കെ നമ്മൾ കേട്ടിട്ട്. അപ്പോൾ ഈ മനുഷ്യൻ നല്ലൊരു മെഡിറ്റേഷനാണ്. ആ ഒരു പ്രശസ്തമായ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പോലെ ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് ഇസ് ഫ്യൂച്ചർ ഓഫ് ചർച്ച്. ഫ്രാൻസിസിൻ്റെ ഭാവിയാണ് സഭയുടെ ഭാവി. ആ ഫ്രാൻസിസിൻ്റെ ചില കഥകൾ, ഫ്രാൻസുമായി ബന്ധപ്പെട്ട ചില കഥകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരുന്നല്ല. ഇത്രയും കഥകളൊന്നും ആരെക്കുറിച്ചും എഴുതിയിട്ടില്ല. ഒരാളുടെ മീതെ കഥകൾ ഉണ്ടാകുമെന്ന് പറയുന്നത് അത്രയും ഇങ്ങനെ മനുഷ്യാൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ്. സ്നേഹിക്കപ്പെട്ട മനുഷ്യരുടെ മീതെ മാത്രമേ കഥകൾ ഉണ്ടാകുന്നുള്ളൂ. സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പകാര്യമൊന്നുമില്ല. നിറയെ അധ്യാപകരുള്ള ഒരു ദേശമാണ് ഞങ്ങളുടേത്, കോളേജ് അധ്യാപകരൊക്കെ ഉൾപ്പെടെയുള്ളത്. എന്നിട്ടും ഒരു പ്രൈമറി അധ്യാപകൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എഴുത്തിനിരുത്തണമെന്ന് ഒരു ഗ്രാമം ആവശ്യപ്പെടുമ്പോൾ, അതിനു വേണ്ടി ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അറിയണം, നമ്മുടെ അറിവോ നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ വിജയങ്ങളോ നമ്മുടെ ധനമൊന്നുമല്ല സ്നേഹത്തിന് കാരണം. സ്നേഹത്തിന് വേറെന്തോ ചില കാരണങ്ങളുണ്ട്. എന്താ കൃത്യമായിട്ട് ആ കാരണം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ധൈര്യമില്ല, അറിയില്ല. പക്ഷേ സ്നേഹം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം. വലിയൊരു ഹോട്ടലിൽ ചെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പോലും ടിപ്പ് കൊടുത്തിട്ടും
എന്ത് ചെയ്യുന്നുണ്ട്, ആ വിളമ്പുന്ന ആ മകൻ നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ടിപ്പിന്റെ ബലത്തിലല്ല, അതിന് വേറെന്തോ കാരണമുണ്ട്. സ്നേഹം കിട്ടുക എന്ന് പറയുന്നതിന് ഒരുപക്ഷെ നമുക്ക് നിർവഹിച്ചറിയാൻ പറ്റാത്ത, നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇത്രയും സ്നേഹം കിട്ടിയെന്നുള്ളത് വലിയൊരു വിസ്മയം. അവന്റെ കാലം തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. മാസ എന്ന് പറയുന്നൊരു സഹോദരൻ, ഇങ്ങനെ മിക്കവാറും ലിയോ എന്ന് പറയുന്നൊരു സഹോദരനും ഈ മാസ എന്ന സഹോദരനുമാണ് ഇങ്ങനെ കൂടെ പോവുക. മെസ്സേ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ അതൊരു കവിത കണക്കൊക്കെ വന്നിട്ടുണ്ട്. വൈ ഓൾ ആർ ആഫ്റ്റർ യു? എന്തുകൊണ്ട് എല്ലാവരും നിന്റെ പിന്നാലെ? കാര്യമായ പാണ്ഡിത്യമില്ല, കുലമഹിമയില്ല, ഇങ്ങനെ കാരണം അത്തരം ചില കാര്യങ്ങൾ നേടാനുള്ള ഒരു യാത്രയുടെ ഇടയിലായിരുന്നു വലിയ മാനസാന്തര അനുഭവമൊക്കെ ഉണ്ടാവുക. ആ പഠിപ്പില്ല, ധനമില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും നിന്റെ പുറകെ? ഫ്രാൻസിനെ കുറിച്ച് കുറച്ച് കഥകളുടെ ഒരു സമാഹാരമുണ്ട്, ചെറുപൂക്കള്, ലിറ്റിൽ ഫ്ലവേഴ്സ്. ഒരു ക്ലാസിക് വർക്കൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്ന ഒന്നാണ്. അതിനകത്ത് ഒരു കൃഷിക്കാരൻ വന്നിട്ട് ഫ്രാൻസിനോട് പരാതി പറയുന്ന കണക്കാണ്, അങ്ങനെ മുന്തിരിത്തോപ്പലിൽ വന്നിരിക്കരുത്. എന്തേന്ന് ഫ്രാൻസ് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ്, അങ്ങ് ഈ മുന്തിരിത്തോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാമം മുഴുവൻ ഈ മുന്തിരിത്തോപ്പിലേക്ക് വന്നിട്ട് എൻ്റെ തോട്ടത്തെ നശിപ്പിക്കും. അത്രയും പോയിടത്തൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ തന്നിലേക്ക് അല്ലെങ്കിൽ താൻ പറയുന്ന ചില ആദർശങ്ങളിലേക്ക് ഒരു കാലത്തെ ഇങ്ങനെ വലിപ്പിച്ചടിപ്പിച്ചു. ഇപ്പോഴും അത് തന്നെ സംഭവിക്കുക. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ എവിടെയോ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലൊരു നനവുണ്ട്, വായിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒരു ഈർപ്പം വരുന്നുണ്ട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പീലാത്തോസ് പറയുന്നൊരു വാക്കുണ്ട്, ഇതാ മനുഷ്യൻ. മനുഷ്യനിലേക്ക് നോക്കാം.